ക്യാൻസർ ചികിത്സാ രംഗത്ത് ഇതുവരെയായിട്ടുള്ള കാലങ്ങളിൽ ഊന്നൽ കൊടുത്തിരുന്നത് ക്യാൻസർ വരാൻ തടയുന്നതിനുള്ള മാർഗങ്ങളെക്കുറിച്ചാണ്. ഇപ്പോഴും അത് വളരെ പ്രധാനമായിട്ടൊരു ഭാഗം തന്നെയാണ്. കാരണം നമ്മുടെ ജീവിതശൈലി രോഗങ്ങളുടെ ഒരു ഭാഗമായിട്ട് ഒരു പകുതിയോളം ക്യാൻസറുകൾ കാണപ്പെടുന്നുണ്ട്. അത് നമ്മുടെ പുകവലി നിർത്തുന്നതിലാവാം, മദ്യപാനം വർജിക്കുന്നതിലാവാം, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഭക്ഷണശീലങ്ങൾ വെക്കുന്നതിലാവാം, വ്യായാമം ഉൾപ്പെടുത്തുന്നതിലാവാം. അപ്പോൾ നമ്മളാൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എല്ലാ പ്രിവെൻഷൻ സ്ട്രാറ്റജി അല്ലെങ്കിൽ തടയാൻ സ്ട്രാറ്റജീസ് നമ്മൾ ചെയ്തിരിക്കണം. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് അതേ ശതമാനത്തിൽ ഊന്നൽ കൊടുക്കേണ്ട വേറൊരു വിഷയം നേരത്തെ സ്റ്റേജിൽ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഭൂരിഭാഗം അല്ലെങ്കിൽ മിക്ക ക്യാൻസറുകളും എല്ലാം ജീവിതശൈലി കൊണ്ട് വരുന്നതല്ല. അപ്പോൾ നേരത്തെ സ്റ്റേജിൽ കണ്ടുപിടിച്ചാലേ മാർഗമുള്ളൂ. നിർഭാഗ്യവശാൽ എല്ലാം തുടക്കത്തിലുള്ള സ്റ്റേജിൽ അറിയുന്നില്ല. അപ്പോൾ നമ്മളാൽ കണ്ടുപിടിക്കാൻ സാധിക്കുന്നതോ അല്ലെങ്കിൽ സംശയങ്ങൾ നമ്മൾക്കാണ് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നന്നായിട്ട് അറിയുന്നത്. സംശയമുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത ഡോക്ടറെ ചെല്ലണം. ഉദാഹരണത്തിന് സ്തനാർബുദം കണ്ടുപിടിക്കാൻ വേണ്ടി 40 വയസ്സിൽ മുകളിലുള്ള സ്ത്രീകൾ മാസത്തിലൊരിക്കലെങ്കിലും കുളിക്കുന്ന സമയത്ത് സ്തനം പൂർണ്ണമായിട്ട് സ്വയപരിശോധനയിൽ ഏർപ്പെടുത്തണം. സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ. മുഴകളോ ആകൃതിയിൽ വ്യത്യാസമോ നീർക്കെട്ടോ അല്ലെങ്കിൽ നിപ്പിൾ ഡിസ്ചാർജോ അല്ലെങ്കിൽ കക്ഷത്തിലെ കഴലകളോ അങ്ങനെ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഡോക്ടറെ ചെന്ന് കാണണം. പുക വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ, പ്രത്യേകിച്ച് 50 വയസ്സിൽ കൂടുതലാണെങ്കിൽ 2 ആഴ്ചയിൽ കൂടുതലൊരു ചുമയും അതിൻ്റെ ഒപ്പം ചോര തുപ്പുകയോ കിതപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കണ്ട് അതിൽ ക്യാൻസർ അല്ലല്ലോ എന്ന് ഉറപ്പ് വരുത്തണം എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ കുടലിൻ്റെ ക്യാൻസർ ആയിക്കോട്ടെ, മലത്തിൽ രക്തം കാണുക, നമ്മൾ മിക്കവരും പൈൽസ് ആണെന്ന് വിചാരിച്ചിട്ട് എത്രയോ മാസങ്ങൾ ചികിത്സ വൈകിക്കുന്നു അല്ലെങ്കിൽ തുടക്കത്തിൽ സ്റ്റേജ് കണ്ടുപിടിക്കാതിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ സംശയമുണ്ടെങ്കിൽ ഡോക്ടറെ കാണണം. ഇതിൻ്റെ അർത്ഥം നാളെ എല്ലാവരും പോയിട്ട് ക്യാൻസർ ആണെന്ന് വിചാരിക്കേണ്ടതല്ല. പക്ഷേ സംശയമുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കണ്ട് അത് അസുഖം ഓൺകോളജി സംബന്ധമായിട്ടുള്ളൊരു അസുഖമല്ലോ എന്നുള്ളത് നമ്മൾ നോക്കണം എന്നുള്ളത് അത്യാവശ്യമാണ്. കാരണം തുടക്കത്തിലുള്ള സ്റ്റേജിൽ കണ്ടുപിടിച്ചാൽ ഇന്നും മിക്ക ക്യാൻസറുകളും ഒരു 90% കൂടുതൽ ഗുണപ്പെടുന്നതാണ്. സോ ഏർലി ഡിറ്റക്ഷൻ സേവ് ലൈഫ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ നേരത്തെ കണ്ടുപിടിച്ചാൽ കൂടുതൽ ജീവൻ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയും.